ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ ഒത്തിരി കമൻസുകൾ എനിക്ക് വരുന്നുണ്ട്. അതിനെല്ലാം റിപ്ലൈ കൊടുക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഇതുപോലൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മീൻസ് കോമൺ ആയിട്ടുള്ള ഒരു വിഷയമാണോ, അതോ ഒന്നോ രണ്ടോ അക്കൗണ്ടിന് മാത്രമുള്ള ഒരു വിഷയമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ പലപ്പോഴും ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട്, ചേച്ചി 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വ്യൂ വന്നിട്ട് ആകെ എനിക്ക് കിട്ടുന്ന $2 2 അല്ലെങ്കിൽ $3 ആയിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാലും എനിക്കും അത് തന്നെയാട്ടോ അവസ്ഥ. ഇതിനു മുന്നേ ഒക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു, എങ്ങനെയായാലും ഒരു 10,000 വ്യൂ എന്ന് പറയുമ്പോൾ ഒരു 10,000 വ്യൂവിന് എന്തായാലും എനിക്ക് $1 വെച്ച് കിട്ടുമായിരുന്നു. 1 ലക്ഷം എൻ്റെ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ മോർ ദാൻ $10 എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ഒരു ലക്ഷം വ്യൂ എനിക്ക് എങ്ങനെയായാലും കിട്ടിക്കഴിഞ്ഞാൽ $10 മസ്റ്റായിട്ട് എനിക്ക് കിട്ടുമായിരുന്നു ഇതിന് മുന്നേ കേട്ടോ. ഇപ്പോൾ തന്നെ ശരിക്കും എനിക്കൊരു $2, 2.5, 3 ഇങ്ങനെയൊക്കെ. അപ്പം നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അയ്യോ നമ്മൾ ഇടുന്ന വീഡിയോക്കൊന്നും വ്യൂ ഇല്ലല്ലോ, അല്ലെങ്കിൽ $, കിട്ടുന്നില്ല. ശരിക്കും നമ്മളെ വീഡിയോ ഇടുന്നതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുമല്ല, അല്ലെങ്കിൽ എങ്ങനെയും മരിച്ച് നമുക്ക് വീഡിയോ ഇടണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. ഞാനിത് നോട്ടീസ് ചെയ്യുന്നിട്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാനിത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമുള്ള വല്ല ഗ്ലിച്ച് ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ അധികം ആൾക്കാരോട് ചോദിക്കുന്നത്. എങ്കിലും ഞാൻ 1-2 എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കൂ, ഞാൻ ഇടുന്ന വീഡിയോയുടെ വ്യൂസ് എനിക്കൊന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് അയച്ചു തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങളെ. എൻ്റെ റിനീസ് സുരിച്ച് എന്ന് പറയുന്ന അക്കൗണ്ടാണ് എടുക്കുന്നത് കേട്ടോ, പേജാണ് എടുക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോയിൽ റീൽസ് അല്ല ഞാൻ പറയുന്നത് ലൈവ് വീഡിയോയുടെ ലൈവ് നമ്മളിടുന്നതിൻ്റെയും ലോങ് വീഡിയോയും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഞാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് തന്നെ നിങ്ങളുടെ പേജിൽ ഒന്ന് കയറി നോക്കണം, ഇങ്ങനൊരു വിഷയം നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യിപ്പിക്കണം. ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന റീല് ഞാൻ നോക്കുന്നില്ല. ഈ ഒരു വീഡിയോ ഒരു 3 days മുന്നേ ഇട്ടേക്കുന്ന വീഡിയോ ആണിത്. ആ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത് 7.6 വ്യൂ എന്നാണ്, 7.6. പക്ഷെ യഥാർത്ഥത്തിൽ വേറെ 1-2 അക്കൗണ്ടിൽ നിന്ന് നോക്കുമ്പം ഇതിന് ഏകദേശം 15 point something വ്യൂസ് കാണിക്കുന്നുണ്ട്. അതായത് ഡബിളായിട്ട് കാണിക്കുന്നുണ്ട്. ചിലരുടെ അക്കൗണ്ടിൽ നിന്ന് നോക്കുമ്പം ഈ 7 point something തന്നെയാണ് കാണിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഡബിളായിട്ട് 3-ആയിട്ടൊക്കെ വ്യൂ കാണിക്കുന്നത്. ഇത് ഒരു ദിവസം മാത്രമല്ല. എനിക്ക് സംശയിക്കാൻ തോന്നിയ കാര്യം, ഇതിന് മുന്നേ ഇട്ടിരുന്ന ലൈവ് വീഡിയോ, ഇതിന് തൊട്ട് മുന്നേ ഇട്ടിരുന്ന ലൈവ് വീഡിയോ ആണ് 21K എനിക്കിപ്പോൾ കാണിക്കുന്നുണ്ട്. ഞാൻ ലൈവ് ഒരു 5 മിനിറ്റിന് ഒരു ലൈവ് ഇട്ടതാണ്. 21K ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വേറെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അല്ലെ മറ്റു 1-2 എൻ്റെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ അക്കൗണ്ടിൽ നോക്കുമ്പോൾ ഇത് ഡബിളായിട്ട് 40 something അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലൈവ് ഇതുവരെ മോണിറ്റൈസ് ആയി കിട്ടിയിട്ടില്ല കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ഉള്ള വേറൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ 51K, അതായത് 14 ജൂലൈയിൽ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് 51K ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ വ്യൂ ഞാൻ ചില സമയങ്ങളിൽ ഏതോ ഒരു സമയത്ത് 1-2 പ്രാവശ്യം ഞാൻ നോക്കിയപ്പം അത് മോർ ദാൻ 100K കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 100K ഇതിന് വ്യൂ കിട്ടിയതായിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. തലേ ദിവസം വരെ അറൗണ്ട് 40 something ഉള്ളായിരുന്നു. ഇത് പെട്ടെന്ന് ഒറ്റ നൈറ്റ് കൊണ്ട് 100K ആയല്ലോ, അപ്പോൾ നന്നായിട്ട് റീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ചിന്തയിലിരുന്ന. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും എപ്പോഴോ പിറ്റേ ദിവസം മറ്റോ നോക്കിയപ്പോൾ ഇത് വീണ്ടും 50Kയിലേക്ക് വന്നിട്ടുണ്ട് തിരിഞ്ഞ്. ഈ 100K ആയിരുന്ന സാധനം വീണ്ടും 50Kയിലേക്ക് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനി ടൈം എപ്പോഴാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ നോക്കുമ്പം ഇത് 100K മോർ ദാൻ 100K ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം സെയിം വിഷയം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ശരിക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്ലിച്ച് ആകുമ്പോൾ മീൻസ് അങ്ങനെ ഇപ്പം നെറ്റിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് സെയിം വൈഫൈയാണ്. ഈവൻ ഞാൻ വൈഫൈ മാറ്റിയിട്ട് മൊബൈൽ ഡേറ്റ ഓപ്പൺ ചെയ്തിട്ട് നോക്കി. എൻ്റെ ഫോണിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും, ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് നോക്കുമ്പോൾ ഡബിളുമായിട്ടാണ് വ്യൂ കാണിക്കുന്നത്. അതേസമയം മോളുടെ ഫോൺ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇതിന് 2-ന്റെ ഇടയ്ക്കാണ് വ്യൂ നിൽക്കുന്നത്. ഈ 50-യുടെയും 100-ന്റെ ഇടയ്ക്ക് ഒരു 60-70 ആ ഒരു റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇത് നോട്ടീസ് ചെയ്തിട്ടുള്ള പലരും ഉണ്ടാകും. ഞാനിത് ഗൂഗിളിൽ മുഴുവൻ ചെക്ക് ചെയ്തു. ഞാൻ എന്നിട്ട് അവർക്കൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിന് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഇങ്ങനെ അക്കൗണ്ട് നോക്കുമ്പോൾ
ചില സമയത്തിൽ ഹാഫ് കാണിക്കുന്നത്, ചില സമയത്ത് വ്യൂ ഡബിൾ ആയിട്ട് കാണിക്കുന്നത്. എന്താണ് അങ്ങനെ ഇഷ്യൂ എന്നുള്ളത് ഞാൻ ഫേസ്ബുക്കിനൊരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ എന്താണ് വരുന്നതെന്നുള്ളത് എനിക്ക് റിപ്ലൈ അവർ തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ. കാരണം ലോങ് വീഡിയോയ്ക്കും ലൈവ് വീഡിയോയ്ക്കും മാത്രമാണ് ഇത്. നിങ്ങളൊരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഏത് ഫോണിൽ നോക്കിയാലും ഒറ്റ വ്യൂ തന്നെയാണ് നമുക്ക് റീൽസിന് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. റീൽസൊക്കെ അത്യാവശ്യം റീച്ച് ചെയ്യുന്നുണ്ട്. 73K റീൽസിന് പോയിട്ടുണ്ട്. ഇവിടെ വേറൊരു റീൽസിന് 34K ഒക്കെ പോയിട്ടുണ്ട്. അതേസമയം ഇവിടെ വേറൊരു ലോങ് വീഡിയോക്ക് 16.5 എൻ്റെ ഇതിനകത്ത് കാണിക്കുന്നു. ഹസ്ബൻഡിൻ്റെ അതിനകത്ത് അറൗണ്ട് 35 സംതിങ് അത്രയും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. കാരണം ഇത് എന്താ പ്രോബ്ലം എന്ന് എനിക്ക് അറിയില്ല. നിങ്ങളോട് പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് റീസൺ. അപ്പൊ ഫേസ്ബുക്കിന്റെ റിപ്ലൈ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഹാഫ് കാണിക്കുന്ന എൻ്റെ ഫോണിൽ കാണിക്കുന്ന എമൗണ്ട് ആയിരിക്കാം, മീൻസ് വ്യൂ ആയിരിക്കാം, കറക്റ്റ് ആയിട്ടുള്ള വ്യൂ. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും എനിക്ക് ഒത്തിരി കമന്റ്സ് വരുന്നതും എനിക്ക് പേഴ്സണലിൽ മെസ്സേജ് അയക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. റിനി 100K ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ 200K ആയിട്ടും ശരിക്കും എനിക്ക് കിട്ടുന്ന ഡോളർ എന്ന് പറഞ്ഞാൽ $2 $3 ഒക്കെ ആയിരിക്കും. അപ്പൊ എൻ്റെ ഒരു മീൻസ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഗസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഫോണിൽ കാണിക്കുന്ന വ്യൂ ആയിരിക്കാം ഒരു പക്ഷേ കറക്റ്റ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റവന്യൂ അവർ തരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ വീഡിയോ 14 ജൂലൈയിലിട്ട വീഡിയോയുടെ എനിക്ക് കാണിക്കുന്ന വ്യൂ 51K ആണ് കേട്ടോ. 51K. അപ്പം വേറെ ഫോണുകളിൽ നിന്ന് കാണിക്കുന്നത് മോർ ദാൻ 100K ആയിട്ടുണ്ട്. 100K ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഡോളർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് $2 ആണ്. അപ്പൊ 100K ആണെങ്കിൽ $2 ആണോ നമുക്ക് കിട്ടണ്ടേ? അപ്പൊ ഞാൻ ഗസ് ചെയ്തേക്കുന്നത് എൻ്റെ ഇതിനകത്ത് കാണിക്കുന്നത് ചിലപ്പോൾ ഈ ഡബിളായിട്ട് കാണിക്കുന്നത് അതെന്തെങ്കിലും ഇഷ്യൂവോ ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഞാൻ വേറൊരു അക്കൗണ്ട് നിങ്ങളെ കാണിച്ചു തരാം. പുള്ളിക്കാരിയുടെ അനുവാദമൊന്നുമില്ല എങ്കിലും എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുടെ ഫോണില് ആ ചേച്ചി നല്ല അത്യാവശ്യം ഇപ്പൊ റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേജാണ് കേട്ടോ. ആ ചേച്ചി ഒരു ഹിന്ദി പാട്ട് ഇട്ടേക്കുന്നത് എൻ്റെ ഇതിനകത്ത് കാണിക്കുന്ന 1.5 മില്യൺ ആണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട നന്നായിട്ട് റീച്ച് ചെയ്തു. പക്ഷെ പുള്ളിക്കാരി ഇട്ടേക്കുന്ന 2 മില്യൺ പ്ലേസ് ഇൻ 2 days എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഫോണിൽ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ കാണിക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴെല്ലാം 1.5 മില്യൺ ആയിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ ഫോണിൽ ഇപ്പൊ അത് 3 മില്യൺ ആയി കാണും. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് ശരിക്കും എനിക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങളോട്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും, കാരണം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാമല്ലോ. അപ്പം എനിക്ക് പബ്ലിക്കിന്റെ ഒരു ഇത് അറിയണം എന്ന ആഗ്രഹമുണ്ട്, മറ്റുള്ളവരുടെയും കൂടെ ഒന്ന് അറിയണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ പേജിൽ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കും. നമുക്ക് ഒന്നിച്ചിത് അറിയുവാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് അന്വേഷിക്കാം, പലരോടും നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിന് തന്നെ ഒരു മെയിൽ അയക്കാം എന്താണ് ഇത് വിഷയം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടണം. നല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫേസ്ബുക്കിന് തന്നെ ഒരു മെയിൽ അയക്കാം എന്ന് വിചാരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രോബ്ലം. അപ്പോൾ ഒരു 2 days അവർ റിപ്ലൈ തരും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ദയവേത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വേറെ കമന്റ്സിനൊക്കെ റിപ്ലൈ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. പക്ഷെ അതിന് മുന്നേ ഇങ്ങനെ ഒരു വിഷയം ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എല്ലാവരും വിഷമിച്ച് പറയുന്നത്, അയ്യോ എനിക്ക് ഇത്രയും വ്യൂ വന്നിട്ടും ഡോളർ വരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം നമ്മുടെ യഥാർത്ഥ വ്യൂവും നമുക്ക് കിട്ടേണ്ട ഡോളറും ഇതായിരിക്കും. ചിലപ്പോൾ ഡബിളായിട്ട് കാണിക്കുന്നതിന് ഫേസ്ബുക്കിന് എന്തെങ്കിലും ഗ്ലിച്ച് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സൈനിങ്. ബൈ ബൈ.